അബുല്ലാസ് പറഞ്ഞു, സൈനബ് ബീവിയെ ത്വലാഖ് ചൊല്ലിയിട്ട് നിങ്ങൾ എന്നോട് പറയരുത്, ഞാനത് അംഗീകരിക്കൂല. അങ്ങനെ ബദറിൽ പോയി. ബദറിൽ യുദ്ധ തടവുകാരിൽ അബുല്ലാസിനെ പിടിക്കപ്പെട്ടു. 70 തടവുകാരിൽ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകളുടെ ഭർത്താവായ അബുല്ലാസ് ബിൻ റബീഅ. അബുല്ലാസിനെ പിടിക്കപ്പെട്ടു. ആ വാർത്ത മക്കയിൽ അറിയുന്നു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ മഹദി വല്ലാതെ സങ്കടപ്പെട്ടു. സംഗതി എന്തായാലും ഭർത്താവല്ലേ, ഭർത്താവാണ് എന്ന നിലക്കുള്ള വല്ലാത്തൊരു ദുഃഖം സൈനബ് ബീവിക്കുണ്ട്. സംഗതി യുദ്ധത്തിന് പോയതാണ്, പിടികൂടപ്പെട്ടത്, സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ ഭർത്താവിനല്ലേ പിടികൂടപ്പെട്ടത്. അങ്ങനെ മക്കക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, മോചനദ്രവ്യം ഉള്ളവരൊക്കെ കൊണ്ടുവന്നോളൂ, ബന്ദികളെ വിട്ടുതരാം. സൈനബ് ബീവിന്റെ ഒരു സ്നേഹം നോക്കണം നിങ്ങൾ. നമ്മളാണെങ്കിൽ ഒരു പക്ഷെ ഒരു ഭാഗത്ത് ചിന്തിക്കെന്താ, യുദ്ധത്തിന് പോയിട്ടല്ലേ, ആരാ പോകാൻ പറഞ്ഞ്, പാപ്പാക്കെതിരെ യുദ്ധത്തിന് പോകേണ്ടിന്ന്, കുടുങ്ങിയതല്ലേ, അവിടെ കടന്നോട്ടെ എന്നല്ലേ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ ഏക ആഭരണമായി കഴുത്തിലുണ്ടായിരുന്ന മാല, ആ മാല അയച്ച് ഒരു പൊതിയിലാക്കി പൊതിഞ്ഞ് ഒരാളെ കൈവശം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വേഗം കൊണ്ടുപോയി കൊടുക്കണം എന്റെ ഉപ്പാന്റെ കയ്യിൽ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കൊടുക്കാൻ. ഇതെന്താണ്? ഇതെന്റെ ഭർത്താവിനുള്ള മോചന ദ്രവ്യമാണ്. ആ മാല ഇങ്ങനെ കൊണ്ടുവന്ന് തങ്ങളിങ്ങനെ നിവർത്തി നോക്കിയപ്പോൾ ഫബകാ, മാല കണ്ടപാടെ തങ്ങൾ കരഞ്ഞു. കരച്ചിൽ കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ എന്താണ് വിഷമം? ഒന്നുമല്ല സഹോദരന്മാരെ, സ്വഹാബിമാരെ, ഈ മാല ആരുടേതാണെന്നറിയുമോ? എന്റെ കൂടെ ദീർഘകാലം ജീവിച്ച എന്റെ ആദ്യത്തെ എന്റെ ഇണയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. അവസാനമായി ശരീരത്തിൽ ധരിച്ചിരുന്ന മാലയാണ്. രോഗശയ്യയിൽ കിടക്കുമ്പോ ഞാനൊന്ന് കാണാൻ വേണ്ടി ഒരു ദിവസം അടുത്തേക്ക് ചെന്നപ്പോൾ ഈ ഒരൊറ്റ മാലയാണ് കഴുത്തിലുള്ളത്. എന്നോട് പറഞ്ഞു, ഈ മാല ഞാൻ എന്റെ മോൾക്ക് കൊടുക്കട്ടെ, സൈനബ് ബീവിക്ക് കൊടുക്കട്ടെ എന്ന് എന്നോട് സമ്മതം ചോദിച്ചു. അവസാനമായി കഴുത്തിലുണ്ടായിരുന്ന ആഭരണമായ മാല അതെങ്ങനെ ഊരി എന്റെ മകൾക്കൊരാഭരണവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കെട്ടിക്കൊടുത്തതാണ്. ആ മാല ഇപ്പോൾ കൊടുത്തേച്ചിരിക്കുന്നത് ഭർത്താവിനെ മോചിപ്പിക്കാനാണ്. എന്തൊരു സ്നേഹമാ നിങ്ങൾ നോക്ക്. എന്റെ ഭർത്താവ് അങ്ങനെ കുടുങ്ങരുത് എന്നുള്ളൊരു ചിന്തയല്ലേ.